സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ ഈ പരിചയപ്പെടുത്തുന്നത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇത് നമുക്ക് സബ്ബൊന്നുമില്ല, 2.1 അല്ല, പക്ക സ്റ്റീരിയോ ആണ്. അതായത് 7265-ൻ്റെ സിംഗിൾ ഐ സി വെച്ചിട്ട് ഒരു ചാനൽ 25 വാട്ട്സ് വെച്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് ഒരു ഗ്ലോസി ഫിനിഷും താഴെ മാറ്റ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ടാണ് ഈ മാസ്റ്റർ വോളിയം നോബ് വരുന്നത്. ഇത് എൻകോഡറാണ്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാസ് ട്രബിൾ 2 നോബ് കൊടുത്തിട്ടുണ്ട്. മൈക്കിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 062 എന്ന് പറയുന്ന മോഡൽ ബ്ലൂടൂത്ത് മോഡ്യൂളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഭംഗിയുള്ള ഒരു അക്രിലിക് ഷീറ്റിൽ ആണ് നമ്മൾ ഈ ഒരു ഡയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നതാണ്. നോബിന് പിന്നെ ബാക്ക് സൈഡ് നമ്മൾ ബാക്ക് സൈഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 നോബിനില്ല, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ ലൈറ്റിങ്ങൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. TDA ഐ സിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് അധികം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു ഐ സി ആണ് TDA സീരീസ് എല്ലാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ബാസൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സബ്ബൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് റൂമിലൊക്കെ പാട്ട് കേൾക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ നിന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെ വളരെ നല്ലൊരു സിസ്റ്റമാണിത്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ആമ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഡീറ്റെയിൽ ഒക്കെ പറയുന്നതായിരിക്കും. വളരെ ചെറിയ റേറ്റ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ബുക്ക് ഷെൽഫ് ബോക്സും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ബുക്ക് ഷെൽഫ് ബോക്സും ഈ ഒരു ആംപ്ലിഫയറും കൂടെ ചേർത്തുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത്. ഇവയായിട്ടുള്ള ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ TDA 765 വെച്ചിട്ടുള്ള സ്റ്റീരിയോ ബോർഡ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 5 ആംപിയറിൻ്റെ 12/12 ഒരു 5 ആംപിയർ ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ വേറെ 2 ടാപ്പിംഗ് 12/12 നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ടുള്ള എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാനലായിട്ട് അതിന് വേണ്ടി USB ബോർഡിന് വേണ്ടിയും ആണ്, നമ്മൾ ടോൺ ബോർഡിന് വേണ്ടിയൊക്കെയാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ G-Starൻ്റെ 062 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മളൊരു മൈക്ക് കണക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു കരോക്കയും കൂടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെയാണ് പവർ സപ്ലൈ സെക്ഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു കൂളിംഗ് ഫാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഷീൽഡ് വയർ ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകളെല്ലാം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീറോ നോയ്സാണ്. നോയ്സിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പക്ക ക്ലിയർ ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ഇഞ്ചിൻ്റെ ക്യാബിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു 6 RCA സോക്കറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 RCA സോക്കറ്റിൽ ആദ്യത്തെ 2 പിൻ എന്ന് പറയുന്നത് അത് സബിൻ്റെ പ്രീ ഔട്ടിനായിട്ടാണ്. അപ്പം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സബ് പ്രീ ഔട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബിൻ്റെ പ്രീ ഔട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഓക്സ് ഇൻപുട്ട്, അതായത് TV എന്ന് എഴുതിയിരിക്കുന്ന ഇതാണ് ഓക്സ് ഇൻപുട്ട്. പിന്നെ ഇവിടെയായിട്ടാണ് നമ്മൾ ഈ FM-ൻ്റെ ആൻറ്റിന. അതിന് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആൻറ്റിന നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ആൻറ്റിന കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു RCA സോക്കറ്റ്, സിംഗിൾ RCA സോക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്പീക്കർ സോക്കറ്റുകൾ ഇവിടെ ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇത് ഡമ്മിയായിട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ ഒരു വൃത്തികേടായിട്ട് കിടക്കണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് സ്പീക്കറിൻ്റെ ഔട്ട് വരുന്നത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഔട്ട് വരുന്നത് ഇതാണ്. പിന്നെ ഇവിടെ നമ്മൾ AC കോഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു കോപ്പർ വയർ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.